ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും എൻ്റെ ഫാമിലിക്ക് സുഖമാണ്. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ ഓൺ വോയിസ് ആയിട്ട് വീഡിയോ ഞാൻ കുറേ ആയിട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നൊരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഡേ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ഈ വീഡിയോ എടുത്തത്. ഡേ മൈ ലൈഫ് ഒന്നും ചെയ്യലില്ല, എനിക്കിഷ്ടം സ്കിറ്റ് ചെയ്യാനാട്ടോ. ഒക്കെ ഡേ മൈ ലൈഫ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ നടക്കുന്നിടത്തൊക്കെ ഈ ഒരു ട്രൈപ്പാഡ് ഫോണായിട്ടും പോകും. സ്കിറ്റ് ആവുമ്പോൾ അതൊരൊറ്റ തവണ നമ്മൾ വീഡിയോസ് എടുക്കാനായിട്ടാണ് നിൽക്കുന്ന സമയത്ത് ആ ട്രൈപ്പോഡും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പണിയെടുക്കുമ്പോഴും അവിടെ പോകുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇതായിട്ട് നടക്കേണ്ടി വരും. അപ്പം എനിക്കത് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ ഇടേണ്ട ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ ഒരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന്. അത് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. രാവിലെ എണീറ്റ് മുതൽ പിന്നെ മോന് സ്കൂൾക്ക് പോകുന്ന സമയം വരെയുള്ള വീഡിയോ മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇത് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ഇടുന്നുണ്ട് കേട്ടോ. ഇഷ്ടമായെന്ന് കമൻറ്റ് ഇട്ടോളി. അല്ല നമ്മളതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ഇട്ടോളി കേട്ടോ, കുഴപ്പമില്ല. എന്നാൽ നമുക്കത് തിരുത്തിയിട്ട് നമുക്ക് വീഡിയോ ഇടാമല്ലോ. പിന്നെ അങ്ങനെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ ഇതിൻ്റെ താഴെ. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതിന് വേണ്ടിയിട്ട് ലൈക്കും ചെയ്യുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പുറത്തെല്ലാം വിളിച്ച് പറയാം, എന്തോ നിൻ്റെത് വിളിച്ച് പറഞ്ഞു പോകണ്ടിട്ടാ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ഈ സ്കിറ്റ് ചെയ്യുമ്പോൾ ഒരു കമൻറ്റ് എനിക്ക് വന്ന് നല്ല സങ്കടം തോന്നിയിട്ട് ആ കമൻറ്റ് കണ്ടപ്പോൾ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളായിട്ട് ഇരുന്നിട്ട് കാണാൻ പറ്റാത്ത വീഡിയോ, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടാട്ടോ ആ കമൻറ്റ് വന്നത്. ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിക്കണ്. ഞാൻ ചോദിക്കണം എന്താ വെച്ചാൽ, ഞാൻ എന്താണ് ഈ കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മൾ വല്ല വൃത്തികേടോ ചെയ്യേ, അല്ലെങ്കിൽ വസ്ത്രത്തിൽ എന്തെങ്കിലും പ്രശ്നം വരിക, അല്ലെങ്കിൽ പിന്നെ അനാവശ്യ സംസാരം ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുക കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂല, കുട്ടികൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റാത്ത വീഡിയോ ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഞാൻ ചോദിക്കണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോയിൽ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് മോശം വസ്ത്രധാരണയിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഒരു രീതിയിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ടോ? പിന്നെ ചിലയിൽ ഇങ്ങനെ കമൻറ്റ് വരുന്നുണ്ട്, കോപ്പി അടിക്കുന്നുണ്ട്, അങ്ങനെ എങ്ങനെയാണിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലും പോയിട്ടോ താൻ ചെയ്ത പോലെ തന്നെ ജാസ്മിൻ റിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ്. അതേപോലെ എനിക്കും അയാൾ തന്നെ കമൻറ്റ് ഇട്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ, സ്വന്തമായിട്ട് കണ്ടൻറ്റ് എടുത്തിട്ട് ഇട്ടൂടെ, പിന്നെ എന്തിനാണ് വേറെയുള്ള ആൾക്കാരെ കണ്ടൻറ്റ് എടുത്തിട്ട് ഇടുന്നതെന്ന്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അത് ചിലപ്പം വേറെ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവാം. നായിച്ചിട്ട് നമ്മൾ ഫുള്ള് കോപ്പിയാണ് എന്ന് വിചാരിക്കരുത്. അതെൻ്റെ ഫ്രണ്ടാണ്, ബിലു ടാക്സിൽ പോയിട്ടാണ് ഒരു ഇതിട്ടിക്കണത്, കമൻറ്റ് ഇട്ടിക്കണം. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഓള്. അപ്പം ഞങ്ങൾ ഡെയിലി വിളിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫ്രണ്ട്സിൻ്റെ നിന്ന് ആരെങ്കിലും കട്ടെടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യും? ഇല്ലല്ലോ, ഒരിക്കലും ചെയ്യൂല. കാരണം എന്താണെന്ന്, നമ്മളെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ഇത് വരരുത് അത് വിചാരിച്ചിട്ട് ഞാൻ സ്വതവേ ഞാൻ ഒരാളേലും ഞാൻ കോപ്പി അടിക്കലില്ല. നമുക്ക് എൻ്റെ മനസ്സിൽ വരുന്നത്, പിന്നെ അതേപോലെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും, പിന്നെ എൻ്റെ വീട്ടിൽ നടന്നിട്ടുള്ളത്, അതേപോലെ എൻ്റെ താത്താരെ അതിൽ നടന്നിട്ടുള്ളത്, അങ്ങനത്തെ ഒക്കെ കണ്ടൻറ്റ് മാത്രമേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നത് എന്താ, ഞാൻ ഇതുവരെ ഒരാളുടെ ഞാൻ കോപ്പി അടിച്ചിട്ട് ഇട്ടിട്ടില്ല. എൻ്റെ രീതിയിൽ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ചിലപ്പോൾ നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഞാൻ ഇട്ടിട്ടുള്ളൂ.
അത് ചിലപ്പം വേറെയുള്ള ആൾക്കാർ ഇട്ടിട്ടുണ്ടാവും, ഇല്ല എന്ന് പറയില്ല. കാരണം നമ്മളെ സമൂഹത്തിൽ ഒരേപോലെ പല വീട്ടിലും സംഭവിക്കണില്ല, പല വീട്ടിലും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ ഒരിട്ടിട്ടുണ്ടാവാം. പിന്നെ അവളേൽ ഞാൻ കോപ്പി അടിച്ചിട്ടില്ല, അത് ഞാൻ ഒരിക്കലും ചെയ്യൂല. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ട് എന്താ പറയുക, യൂട്യൂബ് ജേണിയിൽ എനിക്ക് കിട്ടിയൊരു നല്ലൊരു സുഹൃത്ത് മാത്രമാണ് മോള്. ഞങ്ങൾ അങ്ങനെ വിളിച്ച് സംസാരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ നോക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇപ്പം എന്താ, അതൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ ഒരുപാട് നല്ല കമൻറ്റ്സ് എനിക്ക് വരലുണ്ട് കേട്ടോ. ഞാൻ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇടുമ്പോഴും അതേപോലെ എനിക്ക് ഏത് സ്കിറ്റിനാണ് കൂടുതൽ കമൻറ്റ് വന്നതെന്ന് വെച്ചാൽ, ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഉപ്പയും ഉമ്മയും ഇല്ലാത്ത കാലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തു. അതിന് ഒരുപാട് കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പെങ്ങന്മാർ വീട്ടിൽ പോയിട്ടുള്ള അതും, പിന്നെ നല്ല നല്ല കമൻറ്റ്സ് എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇടുന്ന വീഡിയോസിലൊക്കെ എനിക്ക് നല്ല കമൻറ്റ് വരുന്നുണ്ട്. നല്ല കമൻറ്റ് ഞാൻ കാണുന്നില്ല എന്നല്ല, ഞാൻ എല്ലാവർക്കും എനിക്ക് പറ്റുന്നിടത്തോളം ആൾക്കാർക്ക് ഞാൻ റീപ്ലൈ കൊടുക്കലും ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കില്ലേ, അതേപോലെ ലൈക്കും ചെയ്യുകൊണ്ടു. പിന്നെ പുതിയതായിട്ട് നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇപ്പം എന്താ, അത്ര തന്നെ ഉള്ളു, പറയാൻ വേറൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സ്കിറ്റ് എടുക്കാൻ ഇഷ്ടം. പക്ഷേ ഇന്നലെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയില്ല, ഇന്ന് ഇടേണ്ട ദിവസമാണ്, അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയില്ല. ഞാൻ ഒന്നരാടം വെച്ചിട്ട് വീഡിയോസ് ഇടൽ. അപ്പോൾ അതിന്മേൽ പേച്ച് ഇക്കയാണ് എനിക്ക് അധികം കഥകളും പറഞ്ഞുതരാം. ഈ ആണുങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്, അധികം ഇങ്ങനെ സ്കിറ്റും കാര്യങ്ങളൊന്നും ഫാമിലി സ്റ്റോറിയൊന്നും കാണാത്ത വ്യക്തികളാണ്. പക്ഷെ എൻ്റെ ഇക്ക ഇങ്ങനെ വർക്കിൻ്റെ സ്ഥലത്ത് പോയാലും ഓരോരുത്തരിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ കഥകളൊക്കെ. അപ്പോൾ അതൊക്കെ വന്നിട്ട് ഇക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് ഞാൻ എഴുതും, എന്നിട്ട് അതേപോലെ ഞാൻ വീഡിയോ ചെയ്യും, അങ്ങനെ ഇടൽ. ഇത്രയും കാലമായിട്ട് എനിക്ക് എൻ്റെ ഇക്കനെ കേട്ടോ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇക്ക ഏത് കഥ പറഞ്ഞു തന്നോ ആ കഥ കയറലും ഉണ്ട് കേട്ടോ. കാരണം നമ്മളെ കുറച്ച് കണ്ണീര് പോയാലും ആ കഥ അടിപൊളിയായിട്ട് കയറലുണ്ട്. പിന്നെ ചില വീഡിയോസ് ഞാൻ ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ കരയലുണ്ട് കേട്ടോ. കാരണം ഒരു മോള് ഉമ്മാനെ ഇറക്കി വിടുന്നൊരു വീഡിയോ ഉണ്ട് എൻ്റെ ഫോണിൽ, ഞാൻ എടുത്ത വീഡിയോ ആണ്. പക്ഷെ അതിൻ്റെ ലാസ്റ്റ് ഡയലോഗൊക്കെ ഞാൻ ശരിക്കും കരഞ്ഞിട്ടാട്ടോ ആ വീഡിയോ എടുത്തിരിക്കുന്നത്. എൻ്റെ ഉമ്മ ഒക്കെ പറഞ്ഞിരുന്നു ഭയങ്കര സങ്കടമായി ആ വീഡിയോ കണ്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടാ. കാരണം എന്താ വെച്ചാൽ ഇന്നല്ലേ എൻ്റെ ഉമ്മ കാണുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മ പറയും, ഞാൻ അന്നല്ലേ ആ വീഡിയോയിൽ കാണണം. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായത് ഉമ്മ കുറേ കരഞ്ഞാണ്. പിന്നെ ഇപ്പോഴത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഉമ്മ പറയും, ഒരു ദിവസം പോലും ഞാൻ കരയാതിരിക്കുന്നില്ല. പക്ഷെ പിന്നെന്താ, നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യണത്. ചിലപ്പോൾ രാവിലെ വീഡിയോ എടുക്കാൻ നിന്നാൽ രാവിലെ മോനുണ്ട് സ്കൂളിൽ പോയാൽ, പിന്നെ ചെറിയ മോനാണ്, മോന് 2 വയസ്സ്. ഇപ്പോൾ നാളെ ബർത്ത്ഡേ ആണ്, 2 വയസ്സ് തികയാണ്. അപ്പോൾ ഓൻ്റെ കുറുമ്പും വാശിയും അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കണം. ഓന് ചിലപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഓനെ ഉറക്കും, എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കും. തലേ ദിവസം സ്ക്രിപ്റ്റ് എഴുതി വെക്കും, എന്നിട്ട് വീഡിയോ എടുക്കാൻ നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ 2 മണിയാകുമ്പോഴത്തേന് അപ്ലോഡ് ചെയ്യണം. 2 മണിക്കാണ് ഞാൻ അപ്ലോഡ് ചെയ്യുക. ആ സമയത്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതിന് എഡിറ്റിങ് ചെയ്യണം, ഒക്കെ ഭയങ്കര റിസ്ക്. നമുക്ക് വീഡിയോ ഈ ഡേ മൈ ലൈഫൊക്കെ നല്ല സുഖമാണ്, വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഇതിനൊക്കെ എന്നെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല സുഖം കേട്ടോ. കാരണം ഇങ്ങനെ ഫാമിലി സ്റ്റോറി ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടി. ഡേ മൈ ലൈഫ് ചെയ്യണവർക്ക് റിസ്ക് ഇല്ല എന്നല്ലാട്ട് പറഞ്ഞാൽ റിസ്ക്കാണ്, നല്ല റിസ്ക് ഉണ്ട്. കാരണം നമ്മൾ ഈ നടക്കുന്നിടത്തും മുന്നോട്ടൊക്കെ ഈ ക്യാമറയും അതേപോലെ ട്രൈപ്പോഡും കാര്യങ്ങളും അതൊക്കെ കൊണ്ടടക്കും വേണം, ഒക്കെ ചെയ്യണം, പിന്നെ ഒക്കെ ചെയ്യണം. അപ്പോൾ അത് റിസ്ക് ഇല്ല എന്ന് ഞാൻ പറയില്ല കേട്ടോ. പക്ഷേ ഇത് എഡിറ്റിങ്ങും കാര്യങ്ങളും വരുമ്പോൾ നല്ല റിസ്ക് പിടിച്ച പരിപാടി കേട്ടോ. മറ്റേ അങ്ങനെയൊക്കെ തോന്നുന്നു ഡേ മൈ ലൈഫിനൊന്നും അധികം എഡിറ്റിങ്ങിനൊന്നും അങ്ങനെ റിസ്ക് ഇല്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. എൻ്റെ ഒരു ഇത് പറയും, ഞാൻ അറിയൂല ഇനി റിസ്ക് ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അങ്ങോട്ട് എടുക്കലൊന്നുമില്ലല്ലോ അത്. പിന്നെ അപ്പോൾ ബാഡ് കമൻറ്റ് കയറുമ്പോൾ നല്ല സങ്കടം വരും കേട്ടോ. നമ്മൾ ഇത്രയും ഇടകരായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അത് ചിലപ്പം കയറും ചിലപ്പം കയറില്ല. ചിലപ്പോൾ ഒരു 20K ഒക്കെ ആകുമ്പോൾ അവിടെ നിൽക്കും. പിന്നെ ചിലത് എനിക്ക് 100K 1 ലക്ഷം വ്യൂസ്, അതേപോലെ 50, 60 അങ്ങനെയൊക്കെ കയറലുണ്ട് കേട്ടോ.
അപ്പം നല്ല കയറുമ്പോൾ നല്ല സന്തോഷം വരും. ഇത്രയും എഫേർട്ട് എടുത്തിട്ട് കയറുന്നുണ്ടല്ലോ എന്ന്. ചില ദിവസങ്ങളിൽ തീരെ കയറില്ല, അപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ആ കമൻറ്റ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ഇനി നാളെ ഇടൂല, മറ്റന്നാൾ ഇടും വീഡിയോ. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണേ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് 4 മാസമായി. പിന്നെ നമുക്ക് 22,000 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടോ. ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട് കാരണമാണ് എനിക്ക് ഇത്രയെങ്കിലും കിട്ടാൻ കാരണം. ഇനി ഞാൻ ഓളോട് എന്നും എന്താ പറയുക, എനിക്ക് എന്നും നന്ദി ഉണ്ടാവും. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കലും ഞാൻ ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്നെ അറിയും കേട്ടോ. എൻ്റെ കാക്കാൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അതേപോലെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും വീഡിയോസൊക്കെ സൂപ്പറാണ് അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ നല്ല സന്തോഷം കിട്ടും. എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും പറയാനുള്ളത് ഒരുപാട് നന്ദിയുണ്ട്. ഇത്ര സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നതിന്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.